രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള നിലപാടിൽ മാറ്റം വരുത്താനൊരുങ്ങി കോൺഗ്രസ്. രാഹുൽ അനുകൂല നിലപാടുമായി അടൂർ പ്രകാശിന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ എം ഹസനും രംഗത്തെത്തി. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ രാഹുലിനെ വിലക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ നിന്ന് ലീവ് എടുക്കാനും പാർട്ടി ആവശ്യപ്പെടില്ല എന്നും പങ്കെടുക്കണോ വേണ്ടയോ എന്നത് രാഹുലിന്റെ തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അത് വ്യക്തിപരമായ കാര്യമാണ്. സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നത് നിയമസഭാ സാമാജികന്റെ അവകാശമാണ്. ഭരണപക്ഷം സഭയ്ക്കകത്ത് രാഹുലിനെതിരെ പ്രതിഷേധിച്ചാൽ നമുക്ക് കാണാമെന്നും ഹസൻ പറയുന്നുണ്ട്. UDF കൺവീനർ അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പരസ്യ നിലപാടെടുത്തിരുന്നു. രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്നും എല്ലാവർക്കും നീതി ലഭ്യമാകേണ്ടേ എന്നും അദ്ദേഹം പറഞ്ഞു. മറുഭാഗത്തിരിക്കുന്നവർക്കെതിരെയും സമാന ആരോപണമുണ്ട്. അവർക്ക് ലഭിക്കേണ്ട നീതി രാഹുലിന് ലഭിക്കണം. ആരോപണം ഉയർന്ന സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് നടപടി സ്വീകരിച്ചതെന്നും രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. മാത്രമല്ല, രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് പാർട്ടിക്കകത്തു നിന്നും ഒരു വിഭാഗത്തിന്റെ ശക്തമായ പിന്തുണയുണ്ട്. രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിലെത്തിക്കാൻ കോൺഗ്രസ് A ഗ്രൂപ്പ് തിരക്കിട്ട നീക്കം നടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നു. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനായിരുന്നു തീരുമാനമുണ്ടായത്. മണ്ഡലത്തിൽ നിന്ന് ഏറെ നാൾ വിട്ടുനിന്ന് കഴിഞ്ഞാൽ പ്രതിസന്ധിയാകുമെന്ന നിലപാടിൽ തന്നെയായിരുന്നു രാഹുലിനെ അനുകൂലിക്കുന്ന നേതാക്കൾ. പാലക്കാട് കഴിഞ്ഞ ദിവസം നടന്ന A ഗ്രൂപ്പ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഗ്രൂപ്പ് യോഗം ചേർന്നിട്ടില്ല എന്നാണ് A ഗ്രൂപ്പ് നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത്. പാർട്ടി പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് പൂർണ്ണ പിന്തുണ നൽകി ന്യായീകരിക്കുന്ന വീഡിയോകളും പ്രചരിക്കുന്നുണ്ടായിരുന്നു.